ഹായ് സുഹൃത്തുക്കളെ, ഞാനിവിടെ ഒരു പോസ്റ്റ് വയ്ക്കാം. അതിനകത്ത് അമീർ അലി എന്ന് പറഞ്ഞൊരു വ്യക്തി പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. പാലക്കാട് രാഹുൽ മത്സരിക്കും, കോൺഗ്രസിൻ്റെ തീരുമാനമാണ്. ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയത്തില്ല. അമീർ അലി എന്ന് പറഞ്ഞൊരു വ്യക്തി പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പാലക്കാട് രാഹുൽ മത്സരിക്കുമെങ്കിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെയായിരിക്കും രാഹുൽ മാങ്കൂട്ടം ഈ വട്ടം രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് സീറ്റ് നൽകുവാണെങ്കിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെയായിരിക്കും ജയിച്ചു വരുന്നത്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് നൽകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾ അഭിപ്രായം വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ കൂടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇവിടെ രാഹുൽ മാങ്കൂട്ടം അല്ലാതെ വേറെ ആരെയാണെങ്കിലും ഇനി പാലക്കാട് നിർത്തുവാണെങ്കിൽ അതിന് എത്ര വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളാണെങ്കിൽ പോലും രാഹുലിനെ മാറ്റി നിർത്തിയിട്ട് പാലക്കാട് വേറെ ഏതെങ്കിലും ഒരുത്തനെ കയറ്റി നിർത്തി കഴിഞ്ഞാൽ പാലക്കാട്ടുകാർ അപ്പം കാണിച്ചു കൊടുക്കും. 8 നിലയിൽ പൊട്ടും, 8 അല്ല 12 നിലയിൽ പൊട്ടും. ഇനി ഞാനിവിടെ ഒരു വീഡിയോ വയ്ക്കാം, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വീകരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ അമ്മയും സഹോദരിയുടെയും, കാരണം അവർ ആ ഒരു സന്തോഷം കണ്ടില്ല. ഇത്രയും ദിവസം ഒരു കള്ളക്കേസിൽ 18 ദിവസമാണ് ജയിലിൽ കൊണ്ട് ഇട്ടിട്ടുള്ളത് അല്ലേ. ആ രാഹുൽ മാങ്കൂട്ടം തിരിച്ച് വരുന്ന സമയത്തുള്ള ആ ഒരു സന്തോഷം, അമ്മയുടെ സന്തോഷം, ആ അമ്മയുടെ കണ്ണുനീരിനൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കുടുക്കിയ ഈ കെണിയിൽപ്പെടുത്തിയ ആളുകളൊക്കെ ആ അമ്മയുടെ കണ്ണുനീരിന് വില പറയേണ്ടി വരും. അത് ഓർത്തോണം. നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ അമ്മയുടെ സന്തോഷം, ആ സഹോദരിയുടെയൊക്കെ സന്തോഷം ഒന്ന് കണ്ടു നോക്കിയേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതുപോലെ ഒരു, കാരണം നമ്മളെ ഒന്നും ഒരു തെറ്റും ചെയ്യാതെ ഇതുപോലൊരു വേറെ ഏതെങ്കിലും ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഈ പെണ്ണ് കേസ്, മോഷണം, ഇതിൽ രണ്ടിലും ഒരു തെറ്റും ചെയ്യാത്ത ഒരു വ്യക്തിയെ കുറ്റക്കാരനാക്കിയിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ അപമാനിച്ച് ജയിലിൽ കൊണ്ട് ഇടുമ്പോഴത്തേക്ക് ആ ഒരു കുടുംബത്തിനും ആ വ്യക്തിക്കൊക്കെ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ളൊരു, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാത്രമാണ് ഇത് രാഹുലിനെ മനഃപൂർവ്വം കുടുക്കിയത് കൊണ്ട് മാത്രമാണ് ഇത്രയും ജനപിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ എപ്പോഴും ഉള്ളത് തന്നെ. ഇപ്പം ഇത് അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഇവിടെ കുറ്റക്കാരനാണെങ്കിൽ, രാഹുൽ ഇവിടെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ഉറപ്പായിട്ടും അയാളെ തള്ളി പറഞ്ഞിരിക്കും. അതങ്ങനാണ്. പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്നും ആ വ്യക്തിയെ ജനങ്ങൾ പിന്തുണയ്ക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും. അതാണ് ഞാൻ പറഞ്ഞത്, പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തെ അല്ലാതെ വേറെ ആരെ കൊണ്ട് നിർത്തിയാലും 8 നിലയെ പൊട്ടും. ഓൾറെഡി ഇപ്പം കോൺഗ്രസിൻ്റെ അടിക്കല്ലറയൊക്കെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് നോക്കി, ഈ കോൺഗ്രസ് പാർട്ടിയെ ഇന്ന് ഈ നിലയ്ക്ക് എത്തിച്ചതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഈ യുവ നേതാക്കളായിട്ടുള്ള ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും. കോൺഗ്രസ് പാർട്ടി എവിടെ കടന്നയാണ്? 8 നിലയിൽ പൊട്ടി തകർന്ന് തരിപ്പണമായിട്ട് കടന്നതാണ്. മുരളീധരനൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ വി ഡി സതീശനെ, പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനൊന്നും 7 അയലത്തടിപ്പിക്കത്തില്ലായിരുന്നു മുരളീധരനൊന്നും അല്ലേ. ഇപ്പം നോക്കിയേ, കോൺഗ്രസ് പാർട്ടിയുടെ അടിത്തറ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി 18 ദിവസം ജയിലിൽ പോയപ്പോഴത്തേക്ക് കോൺഗ്രസ് പാർട്ടിയുടെ അടിത്തറ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം ഇങ്ങനൊരു നിലപാട്, ഞാൻ ആദ്യം വായിച്ചൊരു പോസ്റ്റില്ലേ, കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് നിർത്തുവാണെന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിന് ഏറ്റവും വലിയൊരു തിരിച്ചുവരവായിരിക്കും എന്നാണെങ്കിൽ പറയാം. അതല്ല, രാഹുലിന് സീറ്റ് കൊടുക്കത്തില്ല എങ്കിൽ തകർന്നെന്ന് വേണമെങ്കിൽ പറയാം. തകർന്ന്, അല്ലാതെ അതിനകത്തൊന്നും പറയാനില്ല. നിങ്ങളാ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. MLA പെങ്ങളാണ്. എന്താല്ലേ അമ്മയുടെയൊക്കെ സ്നേഹം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവരെയൊക്കെ ഇത്രയും മാനസികമായിട്ട് പീഡിപ്പിച്ച വ്യക്തികളൊക്കെ ആ കണ്ണീരിന് വില പറയേണ്ടവരും. അത് എന്നാണെങ്കിലും ഉമ്മൻചാണ്ടിയുടെ കേസ് കണ്ടല്ലോ. ഇപ്പം ഉമ്മൻചാണ്ടിയുടെ കേസുമായിട്ട് ഞാൻ കമ്പയർ ചെയ്തുമല്ല, അത് രണ്ട് കേസാണ്, 2 കള്ളക്കേസുകളാണ്. പക്ഷേ അതേപോലെയാണ് ഇവിടെ വളർന്നു വരുന്നൊരു യുവ നേതാവിനെ മുളയിലേ നുള്ളി കളയുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രം ഇതുപോലുള്ള കള്ളക്കേസുകളൊക്കെ കൊണ്ടിട്ട്, ഇവിടെ കള്ളക്കേസാണെന്ന് കോടതിക്ക് ബോധ്യമായതുകൊണ്ടാണ് കോടതി പറയുന്ന 5 കാര്യങ്ങൾ ഈ പ്രോസിക്യൂഷനെ
അതിജീവിതയുടെ പ്രോസിക്യൂഷനെ വലിച്ചു കീറി ഉപ്പിലിട്ട് വെച്ചെന്ന് വേണമെങ്കിൽ പറയാം. കോടതി ചോദിച്ച 5 കാര്യങ്ങളിൽ വെള്ളം കുടിച്ചു പോയി. ആ 5 കാര്യങ്ങളിൽ പ്രോസിക്യൂഷന് ഒന്നും പറയാനില്ലായിരുന്നു, ഒന്നും തെളിയിക്കാനും ഇല്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കോടതി പുഷ്പം പോലെ ജാമ്യം കൊടുത്ത് വെളിയിൽ വിട്ടത്. പക്ഷേ ഇവിടെ ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞ് നമുക്ക് ആശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം മൂന്നാമത്തെ പരാതിയിൽ മാത്രമാണ് ഇവിടെ ജാമ്യം കിട്ടിയിട്ടുള്ളത്. ഇനിയും 2 കേസ് കിടക്കുകയാണ്. അത് മാത്രമല്ല ഇനിയും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 10ഓളം കേസുകൾ ഉണ്ടെന്ന്. ഇപ്പോഴേ പറഞ്ഞു വെച്ചേക്കുവാണ് രാഹുലിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് 10ഓളം കേസുകൾ ഉണ്ടെന്നും അതുപോലെ അതിലൊരെണ്ണം പോക്സോ ആണെന്ന് വരെ ഇപ്പോഴും പറഞ്ഞു വെച്ചേക്കുവാണ് രാഹുലിനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും സത്യം അത് ഇനി എത്ര രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിൽ കൊണ്ടിട്ടാലും, എത്ര രാഹുൽ മാങ്കൂട്ടത്തിനെ ക്രൂശിച്ചാലും സത്യം അതെന്നാലും വെളി വന്നുകൊണ്ടിരിക്കും. അത് വെളി വരിക വരെ ചെയ്യും. ഈ അടുത്ത ദിവസം ഇടുന്ന ഒരു വീഡിയോയ്ക്കകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. റിനിയുമായിട്ട് ബന്ധപ്പെട്ട്, റിനിയും വി ഡി സതീശനുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇതിനകത്ത് പെടുത്താനുള്ള കാരണങ്ങളൊക്കെ വിശദമായിട്ടുള്ള ഒരു സംഭവമൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണം, രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരണം, പാലക്കാട് തിരിച്ചു വരണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരെല്ലാവരും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇനി ഞാനിവിടെ ഇന്ന് ബജറ്റായിരുന്നു, ഇന്ന് സഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടം പോയില്ല. അതിന് പ്രത്യേകം കാരണങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇന്ന് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ ബജറ്റ് നടക്കുന്നിടത്ത് എങ്ങനെയായാലും അലങ്കോലമാകും. കാരണം രാഹുലിനെ കണ്ടു കഴിഞ്ഞാൽ, രാഹുലിനെ കാണുമ്പം തന്നെ ക്രിമികടിയുള്ള കുറേ ടീമുകളുണ്ടല്ലോ, അവരവിടെ എങ്ങനെയായാലും പ്രശ്നമാക്കും. പിന്നെ ബജറ്റും കാര്യങ്ങളൊന്നും അവിടെ നടക്കത്തൊന്നുമില്ല. അപ്പം കുറേ ആളുകൾ പറയുന്നുണ്ട് ബജറ്റില്ലേ, അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം പോയി കഴിഞ്ഞാലും ആരും ഒന്നും പറയത്തില്ലെന്നൊക്കെ പറയുന്ന ആളുകളോട് എനിക്കൊന്നും പറയാനില്ല. കാരണം എന്തൊക്കെ പറഞ്ഞാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തല അവിടെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്ന കുറേ ടീമുകളുണ്ട്, കുറേ അന്തം കമ്മികളുണ്ട്. അല്ല, ആ ന്യൂസും കൂടെ ഞാൻ വെച്ചില്ല. രാഹുൽ മാങ്കൂട്ടം എന്തായാലും ഇന്ന് സഭയിലേക്ക് പോയില്ല, പോവാതിരിക്കുന്നത് തന്നെ നല്ലത്. ഇപ്പം ഒരുപാട് MLA-മാർ പോവാത്തതായിട്ടുണ്ടല്ലോ. ഇപ്പം രാഹുൽ മാങ്കൂട്ടം മാത്രമായല്ലോ, ഇപ്പം എല്ലാ MLA അവിടെ ബജറ്റിൽ പോകുന്നുണ്ടോ? രാത്രി 7 മണിയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂർ നെല്ലിമുകളിലെ വീട്ടിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ തുടരുകയാണ്. ഇന്നിപ്പോൾ നിയമസഭയിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് രാഹുലിന്റെ അനുയായികൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് രാഹുൽ ഇന്ന് വീട്ടിൽ തന്നെ തുടരും. ഇപ്പോൾ രാഹുലിന്റെ വീടിന്റെ മുമ്പിലുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അടൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരടക്കം രാഹുലിന്റെ വീടിന് മുമ്പിലുണ്ട്. ഇന്നലെ രാത്രി മുതൽ തന്നെ പോലീസ് കാവലിലാണ് ഈ വീടും പരിസരവും ഒക്കെ ഉള്ളത്. ഇന്നലെ പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെ വീട്ടിലെത്തി ഇന്നലെ രാത്രിയോടുകൂടി കണ്ടു എന്നുള്ള ചില വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും രാഹുൽ ഇന്ന് നിയമസഭയിലേക്ക് പോകുന്നില്ല. ബജറ്റ് സമ്മേളനമൊക്കെയാണ്, ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസമാണ്. ഒരു MLA നാട്ടിലുണ്ടായിട്ടും പോകാതിരിക്കുക എന്നൊക്കെ പറയുന്ന അസാധാരണ സംഭവമാണ്. പക്ഷേ നിലവിലത്തെ പ്രത്യേക ഒരു സാഹചര്യം പരിഗണിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് എന്തായാലും നിയമസഭയിലേക്ക് പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് മാത്രവുമല്ല, പാലക്കാട്ടേക്കും തൽക്കാലം പോകുന്നില്ല എന്നുള്ളതാണ് രാഹുലിന്റെ ക്യാമ്പ് അറിയിക്കുന്നത്. പാലക്കാട്ടേക്കൊക്കെ പോയി സജീവമാകുമെന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ എന്തായാലും ഉടനൊന്നും പാലക്കാട്ടേക്ക് പോകുന്നുമില്ല. അത് മാത്രവുമല്ല, ശനിയാഴ്ച അങ്ങനെ സഭയിലേക്ക് പോവാതിരിക്കുന്നത് തന്നെ നല്ലത്. വെറുതെ ചുമ്മാ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നത് തന്നെ നല്ലത്. കാരണം രാഹുൽ മാങ്കൂട്ടമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രതിരോധിക്കുന്ന വ്യക്തിയാണ്. ഇങ്ങോട്ടൊരു ഡോസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഡബിൾ മടങ്ങിൽ അങ്ങോട്ട് കൊടുക്കുന്ന വ്യക്തിയാണ്. അതാണ് പുള്ളിയോടുകൂടെ എല്ലാവർക്കും ഇത്ര വൈരാഗ്യം ആവാൻ കാരണം. കാരണം രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഈ പറഞ്ഞിട്ടുള്ള നടക്കുന്ന അനീതിക്കും അക്രമത്തിനും എതിരെ ശക്തമായിട്ട്, സംഘപരിവാറിനെതിരെയൊക്കെ നമ്മൾ കണ്ടതാണ്, അതിശക്തമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടം പോരാടിക്കൊണ്ടിരുന്നത് അല്ലേ. ഇപ്പം തന്നെ ഈ സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ജയിലിൽ പോകാതെ, ഈ ഒരു കള്ളക്കേസ് കൊണ്ട് തലയിൽ കൊടുക്കാതെ രാഹുൽ ഇപ്പോൾ പുറത്തുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഈ സ്വർണ്ണക്കൊള്ളയിലിരിക്കുന്ന മേലിരിക്കുന്ന എല്ലാത്തിനെയും വലിച്ചു കീറി വെളിയിലിട്ടേനെ. കാരണം അതുകൊണ്ട് മാത്രമാണ്. കാരണം അതിനൊക്കെ ഒരാളെ കൊണ്ടേ സാധിക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടേ സാധിക്കൂ. അത് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് സാധിക്കും എന്ന് അറിയാവുന്ന ആളുകൾ മുമ്പ് കൂട്ടി തന്നെ രാഹുലിനെ സൈഡാക്കിയിട്ട്, അതല്ലാതെ വേറൊന്നുമില്ല. കാരണം രാഹുൽ എന്നൊരു വ്യക്തി ഇരിക്കുന്നിടത്തോളം കാലം പല ആളുകൾക്കും മേലോട്ട് കയറിപ്പോകാനും പറ്റത്തില്ല. അത് ഇടതുപക്ഷത്താണെങ്കിലും ഭരണപക്ഷത്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയെ ഒരുപാട് ആളുകൾ പേടിക്കുന്നുണ്ട്. അത് 2 പക്ഷത്തും, ഒരു പക്ഷത്ത് മാത്രമല്ല, ഭരണപക്ഷത്ത് മാത്രമല്ല, 2 പക്ഷത്തുമുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ തന്നെയാണ്. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നൊരു സ്വഭാവം കാണിക്കുന്നത് പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ തന്നെയാണ്. ഇനി ഞാനിവിടെ ഒരു വോയിസ് വയ്ക്കാം. അത് പാലക്കാട്ടുള്ളൊരു വീട്ടമ്മയുടെ വോയിസാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനല്ലാതെ വേറെ ആരെ നിർത്തിയാലും 8 നിരയിൽ തോപ്പിച്ചു വിടും, പൊട്ടും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം പാലക്കാട്ടെ ജനങ്ങൾ ഒരുപാട് ആളുകൾ, ഇഷ്ടം പോലെ ആളുകൾ, അത് അമ്മമാരായിക്കോട്ടെ, വീട്ടമ്മമാരായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, അത് ആണെന്നോ പെണ്ണെന്നോ ഇല്ലാതെ എല്ലാവരും തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ എല്ലാവരും തന്നെ
ശക്തമായിട്ടാണ് പ്രതികരിക്കുന്നത്. രാഹുൽ അല്ലാതെ ഒരു വ്യക്തിയെ ഇവിടെ നമുക്ക് MLA ആയിട്ട് വേണ്ട, രാഹുൽ അല്ലാതെ ഒരു വ്യക്തി ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വേണ്ട. ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയെ രാഹുലിൻ്റെ സ്ഥാനത്ത് നിന്ന് റീപ്ലേസ് ചെയ്ത് സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അയാളെ 8 നിലയിൽ തോൽപ്പിക്കും, കോൺഗ്രസിൻ്റെ അടിത്തറ ഇളകും എന്നാണ് പാലക്കാടുകാർ തന്നെ പറഞ്ഞേക്കുന്നത്. എന്തായാലും ഇത് കോൺഗ്രസ്സിലുള്ള ആളുകൾ, കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള മുതിർന്ന നേതാക്കളാണ് ഇത് ചിന്തിക്കേണ്ടത്. കാരണം അവരിപ്പോൾ ഇത് ചിന്തിച്ചില്ലെങ്കിൽ 8 നിലയിൽ പൊട്ടുകയും ചെയ്യും, ഭരണം പോവുകയും ചെയ്യും. അത് വേറെ കാര്യം. അപ്പം ഞാൻ ആ വീട്ടമ്മയുടെ വോയിസ് കൂടെ വയ്ക്കാം, നിങ്ങൾ അതും കൂടെ ഒന്ന് കേട്ട് നോക്ക്. എന്റെ പേര് സുജ. ഈ VD സതീശൻ പുള്ളി പഴയ ലോകത്താണ്. കാരണം ഈ യൂട്യൂബും ഈ സോഷ്യൽ മീഡിയ ഇത്രയും വളർന്നൊന്നും പുള്ളി ഇപ്പോഴും അറിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. പുള്ളിക്ക് അല്ലെങ്കിൽ അയാൾ അറിയില്ല എന്ന് നടിക്കുന്നത് അറിയാത്തതാണോ അറിയത്തില്ല. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്രയും അധികം ദ്രോഹിക്കുന്നത് ഈ പുള്ളിക്കാരൻ ഒരാൾ മാത്രമാണ്. ശരിക്കും ഈ പുള്ളി വിചാരിക്കുന്നത് ഈ ചെയ്യുന്നതെല്ലാം ശരിയാണ്, ജനങ്ങളെല്ലാം മണ്ടരാണെന്നാണ്. കാരണം ശരിക്കും ജനങ്ങൾ മണ്ടരല്ല. രാഹുൽ മാങ്കൂട്ടൻ പറഞ്ഞ കറക്റ്റാണ്. ഈ കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കേരളത്തിൽ ഇത്രയും ഈ ജനങ്ങൾ മുഴുവനും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെയാണ്. പാർട്ടി ഇല്ലാതെ പാർട്ടി ഭേദമന്യേ രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഈ കേരള ജനത മുഴുവനും. അല്ലാതെ ഈ VD സതീശൻ വിചാരിക്കും പോലെ ആ പുള്ളി ഒറ്റയ്ക്ക് നിന്നിട്ട് ഈ പുള്ളി ഇത്രയൊക്കെ പറയുമ്പോൾ ജനങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നില്ല. ജനങ്ങളൊന്നും മണ്ടരല്ല. കാരണം എനിക്ക് പോലും ഒരു അഭിപ്രായം പറയാൻ എനിക്ക് വളരെ പേടിയുള്ള ഒരാളാണ്. എന്നിട്ട് ഞാൻ പോലും ഇത്രയും നന്നായിട്ട് എനിക്കൊന്ന് പറയണമെന്ന് പോലും തോന്നിപ്പോയി. കാരണം ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പാർട്ടിയെ നശിപ്പിക്കുന്നത് ഈ VD സതീശനാണ്. കാരണം എനിക്ക് മുഖ്യമന്ത്രിയോട് ബഹുമാനമാണ് ഒരു കാര്യത്തിൽ. കാരണം എന്റെ പാർട്ടിയിലുള്ള ഒരാൾ, എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാൾ, ആ ആൾ ഞങ്ങളുടെ പാർട്ടിയിൽ വേണം. അയാളിന് എന്ത് തെറ്റ് ചെയ്താലും അയാളെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് നമ്മുടെ മുഖ്യമന്ത്രി വിചാരിക്കുന്ന അത്ര ബുദ്ധി പോലും നമ്മുടെ VD സതീശൻ പുള്ളിക്കില്ലാതെ പോയല്ലോ എന്ന് ഓർക്കുന്നത്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടൻ സ്വന്തം കുടുംബത്തിന് വേണ്ടിയുള്ള ഒരു ഇതിനെല്ലാം അല്ല ഇറങ്ങി തിരിച്ചെല്ലാവരുടെ ശത്രുവായത്. ശരിക്കും ഒരു കോൺഗ്രസ് ആ പാർട്ടിക്ക് വേണ്ടിയാണ് പുള്ളി എല്ലാവരുടെ ശത്രുവായതും, മുഖ്യമന്ത്രിയുടെ ശത്രുവായതും, ഈ കമ്മ്യൂണിസ്റ്റ് ഈ പാർട്ടിയുടെ മുഴുവൻ എതിരായതും പുള്ളി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ്. അപ്പൊ ആ പുള്ളിയുടെ പേരിൽ ഒരു തെറ്റ്, ഒരു ചെറിയൊരു ആരോപണം വന്ന ഉടൻ തന്നെ ഈ പുള്ളിയെ മാറ്റി നിർത്തിയപ്പോൾ ഈ VD സതീശൻ എന്ത് വിചാരിച്ചു? ജനങ്ങളെല്ലാം ഈ പുള്ളിയുടെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചോ? ജനങ്ങൾ മണ്ടൊന്നുമല്ല, ജനങ്ങൾക്ക് മനസ്സിലാവും. കാരണം പുള്ളി ഈ പാർട്ടിക്ക് വേണ്ടി വളരെ നന്നായിട്ട് പ്രവർത്തിച്ച ഒരാൾ എല്ലാവരുടെയും ശത്രുവായി. കാരണം ഈ ഉരുള കുപ്പേരി പോലെ മറുപടി പറയുന്ന മറ്റൊരാളെയും ഈ കേരളത്തിൽ ജനത ആരും ഈ ഇടക്കാലത്ത് ഇപ്പൊ കണ്ടിട്ടില്ല. കാരണം ഈ രാഹുൽ മാങ്കൂട്ടം വന്നതിന് ശേഷമാണ് ശരിക്കും കോൺഗ്രസ് പാർട്ടി തന്നെ കുറച്ചൊന്നും ഏറ്റവും നല്ല ബലപ്പെട്ടതും ജനങ്ങൾക്കെല്ലാം തോന്നി തുടങ്ങി ഇനി ഒരു നല്ല ഭരണമായിരിക്കും കേരള ജനതയ്ക്ക് കാണാൻ പറ്റുന്നത്. അതിന്റെ ഏറ്റവും മുഖ്യ സ്ഥാനത്ത് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടമാണ്. അപ്പൊ ഈ പുള്ളി പണ്ട് VD സതീശൻ ഓരോ കള്ളത്തരങ്ങൾ കാണിച്ച് ഓരോരുത്തരെ അടിച്ച് വിട്ടതുപോലെ ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങനെ അങ്ങ് അടിച്ച് അമർത്താമെന്ന് വിചാരിക്കേണ്ട പുള്ളി. കാരണം കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. അത് ഈ ഇപ്പൊ കഴിഞ്ഞ ഈ ഇലക്ഷനിൽ അവർ തെളിയിച്ചു കൊടുത്തു. കാരണം ഈ ശരിക്കും പറഞ്ഞാല് മുഖ്യമന്ത്രിയുടെ ഈ നമ്മുടെ ശബരിമല കൊള്ളയൊന്നും അല്ല ജനങ്ങൾ മുന്നിൽ കണ്ട വിഷയം. സരിത എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇറക്കി ഉമ്മൻചാണ്ടിയെ നശിപ്പിച്ച് ആ പുള്ളി മരിച്ചതിന് ശേഷമാണ് ഇതെല്ലാം തെളിഞ്ഞത്. പക്ഷെ ഒരാളെ നശിപ്പിച്ച് കൊന്നതിന് ശേഷം തെളിഞ്ഞ ഒരു കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം വിഷമമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ അതുപോലെ ഈ VD സതീശനാണ് ശരിക്കും എല്ലാം ഇറക്കി വിട്ടതെങ്കിലും മുഖ്യമന്ത്രി ഇത് ഏറ്റുപിടിച്ച് ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രി വീണ്ടും ഒരു ഉമ്മൻചാണ്ടിയെ സൃഷ്ടിക്കും പോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ എല്ലാവരും കണ്ടത്. വീണ്ടും ഒരു ഉമ്മൻചാണ്ടി വീണ്ടും വരുന്നു എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ മൊത്തം വികാരം അങ്ങ് മുറിവേറ്റും ജനങ്ങൾക്ക്. ആ മുറിവാണ് ജനങ്ങൾ എല്ലാവരും തിരിച്ചിപ്പം UDF വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. അല്ലാതെ ഇത് ശബരിമല കൊള്ളയൊന്നും അല്ല മെയിൻ വിഷയം. ശരിക്കും മെയിൻ വിഷയമായത് രാഹുലിനെ ഉമ്മൻചാണ്ടിയെ പോലെ വേട്ടയാടുന്നു എന്നൊരു തോന്നലുണ്ടപ്പോൾ ജനങ്ങൾ ഇനി ഒരാളെ കൂടെ ഇങ്ങനെ വേട്ടയാടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ശരിക്കും അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്രാവശ്യത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ ആ ഫലം കണ്ടത്. ഇപ്പൊ VD സതീശനൊക്കെ വിചാരിക്കുന്ന എന്താണ്, ഞങ്ങളുടെ സ്വർണ്ണക്കൊള്ളയൊക്കെ എടുത്ത് കാണിച്ചത് അതൊന്നും അല്ല. ശരിക്കും മുഖ്യമന്ത്രി പെട്ടുപോയതാണ്. കാരണം മുഖ്യമന്ത്രി ശരിക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് എടുത്ത് വളരെ ഇതായിട്ട് കാണിച്ച് അത് രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാവരുടെ ഇടയിലും അങ്ങ് ഉമ്മൻചാണ്ടിയെ പോലെ അങ്ങ് കരുതേച്ച് കാണിച്ച് ഇപ്പൊ ജയിക്കാമെന്നാണ് പുള്ളി വിചാരിച്ചത്. പക്ഷേ കേട്ടല്ലോ. ഇനി ഇപ്പം രാഹുലിന്റെ നിലവിൽ 4ാമത്തെ പരാതിയൊക്കെ ഇങ്ങനെ വീണ്ടും വരുമെന്നുള്ളൊരു ചർച്ചയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്, സംസാരങ്ങളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. രാഹുലിന്റെ 4ാമത്തെ പരാതിയൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടിരിക്കുകയാണ്. 4ാമത്തെ പരാതിക്കാരി രംഗത്ത് വരും എന്നുള്ളൊരു ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു കേസിനകത്ത് രാഹുലിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഈ കള്ളക്കേസ് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് എല്ലാം അറിയാവുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ ഒരു കേസിൻ്റെ ഇനിയിപ്പം നോക്കിക്കോ, ഇനിയിപ്പം രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചു, ഈ വിവാഹ വാഗ്ദാനം നൽകി അല്ലെങ്കിൽ പരസ്പര സമ്മതത്തോടു കൂടി എന്നുള്ളൊരു ഇതൊക്കെ മാറ്റിയിട്ട് ഇനി രാഹുൽ മാങ്കൂട്ടം ഈ പറഞ്ഞിട്ടുള്ള വല്ല വണ്ടിയിലോ കിണ്ടിയിലോ ഏതെങ്കിലുമൊക്കെ തട്ടിക്കൊണ്ട് പോയിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പരാതിക്കാരി ഇനി രംഗത്ത് വന്നാൽ തന്നെയും അത് ഇനി വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം ഇതൊക്കെ ഓൾറെഡി പൊളിഞ്ഞു. അപ്പം ഇനിയും ഇതുപോലെ 4ാമതും 5ാമതായിട്ട് ഓരോ പരാതി ഇറക്കിക്കൊണ്ടിരിക്കും. അത് ഈ പറഞ്ഞിട്ടുള്ള ഉഭയകക്ഷി പ്രകാരം സമ്മതത്തോടു കൂടി എന്നുള്ള രീതിയിലൊക്കെയാണ് ഇനിയിപ്പോൾ പോകുന്നത് തന്നെ. ഇനി പരാതിക്കാരി രാഹുലും കുറേ നാൾ അവിടെ എവിടെയും ചുറ്റിക്കറങ്ങി ഈ പറഞ്ഞിട്ടുള്ള ഫ്ലാറ്റ് എടുത്തു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മെസ്സേജ് അയച്ചു. അതിനൊക്കെ ശേഷം രാഹുൽ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചു,
ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞുള്ള പരാതിയായിരിക്കും ഇനി കൂടുതൽ വരുന്നത്. അല്ലാതെ ഇനി ഒരു പീഡനത്തിലേക്ക് മാത്രം ഇനി ഫോക്കസ് ചെയ്യത്തില്ല. ഒരു വട്ടം പീഡിപ്പിച്ചു. കാരണം അത് ഇട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ ഇനി ഒട്ടും ഇത് എടുക്കത്തില്ല, ഈ ഒരു വിഷയമേ എടുക്കത്തില്ല. ജനങ്ങൾ ഭയങ്കര രീതിയിൽ പ്രതികരിക്കും. അപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ 4, 5, 6, 7 പരാതി ഇങ്ങനെ കൊണ്ടിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുലിനെ മനഃപൂർവ്വം ഈ ഇലക്ഷൻ കഴിയുന്നവരെ മാറ്റി നിർത്തണം. ഒരു പരിധി വരെ, ഒരു സമയം വരെ രാഹുലിനെ ഇങ്ങനെ ഇട്ട് ഓടിച്ച് മാനസികമായിട്ട് തളർത്തി മാക്സിമം രാഹുലിനെ മാറ്റി നിർത്തണം. അതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം. ഒരു പരിധി കഴിഞ്ഞിട്ട് രാഹുലിനെ അയോഗ്യനാക്കി കളയുക. അയോഗ്യനാക്കുക ഈ പറഞ്ഞിട്ടുള്ള ഒരു 6 മാസം, അയോഗ്യനാക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ഒരു 6 മാസത്തെ 1 വർഷത്തേക്ക് പ്രോസസ്സ് തന്നെ വേണം. ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് പറ്റത്തില്ല. പക്ഷേ ഇവരൊക്കെ ഉദ്ദേശിക്കുന്ന പ്ലാനുകളൊക്കെ ഇതായിരിക്കാം. രാഹുലിനെ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ പുറത്ത് എടുത്ത് കളയണം. രാഹുൽ എന്നൊരു വ്യക്തി രാഷ്ട്രീയത്തിൽ നിന്ന് കഴിഞ്ഞാൽ അത് ഭയക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. തൻ്റെ കസേരയും അല്ലെങ്കിൽ അത് ഇനി ഭരണപക്ഷമാണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും ആരാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് രണ്ട് കൂട്ടറിലുണ്ട്. രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയെ നല്ല രീതിയിൽ ഭയപ്പെടുന്ന 2 കൂട്ടറിലുള്ള ആളുകളുണ്ട്. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുതുകാൽ വെട്ടൽ, ഇരിക്കുന്ന കൊമ്പ് മുറി, അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ്. നമുക്കൊക്കെ ആവശ്യം ഈ രാഹുലിനെ പോലത്തുള്ള യുവ നേതാക്കളെയാണ്. ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം, ഇവരെ പോലത്തുള്ള ആളുകളൊക്കെയാണ് നമുക്ക് വേണ്ടുന്നത്. ഈ അല്ലാതെ കുറേ അവിടെ ഇവിടെയും കാലം നീട്ടിയിരിക്കുന്ന, ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടല്ലേ ഇപ്പം ഒരാൾ ബോധം കെട്ട് വീണേക്കുന്നത്. അപ്പം അതാണ് പറഞ്ഞത്, 10, 80, 90 വയസ്സുള്ള കുറേ ആളുകൾ അവിടെ ഇവിടെയും ഇരിക്കുന്നു. അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അതൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും ആ കസേരകളൊക്കെ ഇതുപോലെ വളർന്നു വരുന്ന യുവ നേതാക്കൾക്ക് വേണ്ടിയിട്ട് മാറ്റി കൊടുക്കൂ, അതും ചെയ്യത്തില്ല. ഇന്ന് അവരെ ഇട്ട് രക്ഷപ്പെടാൻ അനുവദിക്കൂ, അതും ചെയ്യത്തില്ല. കസേരയിൽ നിന്ന് മാറി ഒന്ന് ഇറങ്ങി കൊടുക്കൂ, അതും ചെയ്യത്തില്ല. കുറേ കിളവന്മാർ ഇപ്പോഴും ഉണ്ട്, പല്ലും പൊഴിഞ്ഞ് വായും പൊഴിഞ്ഞ് ഇപ്പോഴും മന്ത്രിസ്ഥാനത്തും MLA സ്ഥാനത്തൊക്കെ ഇപ്പോഴും കുറേ ഇതുപോലുള്ള കാട്ടവരാതം പിടിച്ച ടീമുകളൊക്കെ കയറിയിരിക്കുന്നുണ്ട്. എന്തുവാടെ അല്ലേ? അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതോടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക.